ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഓർക്കിഡിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡെൻഡ്രോബിയ ഇനത്തിൽപ്പെടുന്ന ഓർക്കിഡുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റിൻ്റെ കയ്യിലുണ്ട്, അതും ഒന്ന് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ ഓർക്കിഡുകളും. നന്നായിട്ട് വേരുകളൊക്കെ വന്നിരിക്കുന്ന ഓർക്കിഡുകളാണ് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഓരോന്നോരോന്ന് ഇടയ്ക്കൊന്നെടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് അതിൻ്റെ വേരുകളെല്ലാം നല്ലതായിട്ട് പടർന്നിരിക്കുന്ന, അപ്പം എടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടി പൊട്ടി ഇങ്ങും പോരും. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാലും ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഒരു 4 മാസത്തിനകം നന്നായിട്ട് നമ്മൾ അവയെ പരിപാലിച്ചാൽ പെട്ടെന്ന് നല്ല മൊട്ടുകളൊക്കെ വരുന്നതായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത്. ഒത്തിരി വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയത്തില്ല, പേരുകളൊന്നും ഇതിലില്ല. സത്യം പറഞ്ഞാൽ മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇലകളൊക്കെ കണ്ട് നമുക്ക് അതിൻ്റെ ആ വെറൈറ്റി പ്ലാന്റുകളാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വെറൈറ്റി പ്ലാന്റുകൾ വല്ലതും വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ പ്ലാന്റുകൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ ഞാനത് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് വെറും അഴുക്ക് പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണാമല്ലോ, നല്ല പ്ലാന്റുകളാണ്, എത്രത്തോളം നല്ല പ്ലാന്റുകളാണെന്ന് കാണുമ്പോൾ അറിയാം. ഇതല്ല എങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണ്ടിയെന്നുള്ളത് ഞാൻ വീഡിയോ അയച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ എടുത്താൽ മതിയാവും. പുതിയതായിട്ട് ഇനിയും ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഇതിന് ചെറിയ രീതിയിലുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഫ്ലവർ വരികയും ചെയ്യും. വരുന്ന ഫ്ലവർ ഒരു 2 മാസത്തോളം ഒരു കേടും വരാതെ നിൽക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ വിചാരിക്കും തീരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സെയിലായി പോകാനോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും മാർഗം ഉപയോഗിക്കുന്നതായിരിക്കുമെന്ന്. ഒന്നുമല്ല കേട്ടോ, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഞാനത് സത്യത്തിൽ ഇതിൻ്റെ പേരുകളൊന്നും നമുക്ക് കണ്ടറിയാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇനിയും ഫ്ലവറായി വരുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ 5 വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ ഇലകൾ കണ്ടാലേ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ 5 വെറൈറ്റിയുടെയും പ്ലാന്റ് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും. ഒരു പോട്ടി മിക്സിലാക്കി വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇവർ വളർന്നു തുടങ്ങും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയതായിട്ട് ഒരു വളപ്രയോഗം കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല ഫ്ലവറുകൾ തന്നെ വിരിയും. ഇതൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം. അപ്പോഴെന്നും പറയാറുള്ളത് പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.